ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവനോന് വരുമ്പോഴായിരിക്കും നമുക്ക് ആ സംഭവത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നത്. ഇന്ന് അതുപോലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലർക്ക് ഇതൊരു വലിയ സംഭവം ആയിരിക്കൂല, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുവേ. ഞാൻ ഭയങ്കര ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് വളരെ ഇടുങ്ങിയ റൂം, അവിടെ ജനാലകളൊന്നുമില്ല, അങ്ങനത്തെ റൂമിലൊക്കെ എന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടിത്തുടങ്ങും, നെഞ്ചിടിപ്പ് കൂടും. അതേപോലെ കുഞ്ഞ് ലിഫ്റ്റിലൊക്കെ എനിക്ക് തനിയെ കയറി പോകാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കരമായ പേടിയാണ്. അപ്പോൾ ഞാൻ ലിഫ്റ്റിനെക്കാട്ടിലും കൂടുതൽ പടി കയറി പോകാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. പണ്ട് തൊട്ടേ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ ടോയ്ലറ്റ് ആണെങ്കിൽ എനിക്ക് ടോയ്ലറ്റ് അടച്ചകത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ശ്വാസം മുട്ടും, കുഴഞ്ഞു വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഡോർ ഓപ്പൺ ആക്കിയിട്ടിട്ടാണ് റൂമിൻ്റെ ഡോറ് മാത്രമേ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. അങ്ങനെയുള്ള എനിക്ക് MRI സ്കാൻ പറഞ്ഞിരിക്കുവാണ് കേട്ടോ. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയതോടെ എൻ്റെ ബോധം പോയി. അങ്ങനെ മോളെ അരുൺ ചേട്ടനെയും ആശമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാനും അർജുൻ ചേട്ടനും കൂടി ദേവി സ്കാൻസിലോട്ടാണ് പോകുന്നത് കേട്ടോ. ദേവി സ്കാൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുമാരപുരം മെഡിക്കൽ കോളേജ് റോഡിൽ ആ പാത്തിലുള്ളതാണ് ദേവി സ്കാൻസ്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, കാരണം ഞാൻ ആ യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. പിന്നെ ഒരു തരത്തിൽ ഞാൻ ആ വീഡിയോ കണ്ടതെന്ന്, അല്ലെങ്കിൽ നേരിട്ട് പോയി അത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ ഞാൻ ചത്തുപോയേനെ. അപ്പം ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അർജുൻ ചേട്ടൻ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നെഞ്ചെടുപ്പ് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. എന്തോ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ അതാ നമ്മൾ ദേവി സ്കാൻസ് എത്തി. എനിക്ക് ലാസ്റ്റ് അമ്മൂമ്മയും കൊണ്ട് MRI എടുക്കാൻ പോയതാണ് ഓർമ്മ വരുന്നത്, ഞാനും അമ്മയും കൂടി. ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ കട്ട നെഗറ്റീവ് ആയിട്ടൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഭയങ്കര ഡാർക്കും, അവിടുത്തെ ഓരോ ആൾക്കാരും നമ്മളെ നോക്കി ചിരിക്കില്ല, ഫ്രണ്ട്ലി ഫേസ് ഇല്ല. അത്തരം ഒരു അറ്റ്മോസ്ഫിയർ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയെങ്കിലും ദേവി സ്കാൻസിലെ ആൾക്കാർ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. വളരെ 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 ഫ്രണ്ട്ലി ആയിരുന്നു, വാം വെൽക്കം ആയിരുന്നു അവിടെ തന്നത്. ഈ കാണുന്നത് സുമയാണ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. ഇവിടെ ഇല്ല, അതായത് നമ്മൾ ലാബിന്റെ സ്റ്റാഫ്സ്, ക്ലീനിങ്ങിന്റെ ആൾക്കാർ, അവിടെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നവർ എല്ലാവരും ഭയങ്കര സ്മൈലിംഗ് ആൻഡ് വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ പല ഡിപ്രഷനിലും വിഷമത്തിലായിരിക്കും നമ്മളൊരു ടെസ്റ്റ് ഒക്കെ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരം ഫേസുകൾ എവിടേക്കോ നമുക്ക് മനസ്സിനൊരു ആശ്വാസമായിരിക്കും. ഈ പോകുന്ന വഴിയൊക്കെ എൻ്റെ ചിന്ത മുഴുവനും ഞാൻ എങ്ങനെ ആ MRIയുടെ മെഷീൻ്റെ അകത്ത് കിടക്കും, ഇത്രയും ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ഞാൻ എങ്ങനെ അതിൻ്റെ അകത്ത് കിടക്കും, അല്ല ഞാൻ എത്രത്തോളം ബഹളം വെക്കുന്നു അത്രത്തോളം ആ പ്രോസസ്സ് നീണ്ടും പോവും. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ കിടന്ന് പടയുമായിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ MRIയുടെ ടൈം ചോദിക്കുമ്പോഴും എനിക്ക് 2 MRI പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഒന്ന് പെൽവിസിനും പിന്നെ ഒന്ന് സ്പൈനിനും. എനിക്ക് അസഹനീയമായ ബാക്ക് പെയിൻ ഒന്ന്, പിന്നെ എനിക്ക് യൂട്രസിൻ്റെ സംബന്ധമായിട്ടുള്ള ചില ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 MRI ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2 MRIക്കും കൂടെ ചേർത്ത് അറ്റ്ലീസ്റ്റ് ഒരു 4 hours ഒക്കെ ടൈം അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കും സത്യമായിട്ടും എനിക്ക് അങ്ങനെ അങ്ങ് ഭൂമിയുടെ അടിയിൽ പോകാൻ തോന്നി. കാരണം 4 മണിക്കൂർ എനിക്ക് ആ മെഷീൻ്റെ അകത്ത് എങ്ങനെ കിടക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ചിന്ത. കാരണം എനിക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. ഞാൻ അതിൻ്റെ അകത്ത് കിടന്ന് അലറി വിളിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എങ്ങനെയെങ്കിലും ബെൽറ്റൊക്കെ വലിച്ചൂരി പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങി വരുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ പേടി. പിന്നെ കുറച്ച് പേർക്കൊക്കെ നമ്മളറിയാമല്ലോ നമ്മളവിടെ പോകുമ്പം. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇത്രയും കാണിക്കുമ്പോൾ അവർക്ക് എന്തായാലും നമ്മളൊരു ചൈൽഡിഷ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ അതൊരു നാണക്കേടിൻ്റെ വശം വേറെ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എനിക്ക് ഒറ്റയ്ക്ക് ആ MRI റൂമിനകത്ത് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അർജുൻ ചേട്ടനെയും കൂടെ കയറ്റണമെന്ന് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരത് സമ്മതിച്ചു, ദൈവാധീനം കൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ആ മെഷീൻ്റെ അകത്ത് കിടന്ന് ഞാൻ മരിച്ചു പോയേനെ. അപ്പോൾ അർജുൻ ചേട്ടൻ അകത്ത് വരാൻ പോവാണ്. ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ചേട്ടനും അത്രയും മണിക്കൂർ പോസ്റ്റ് ആയിരിക്കും എൻ്റെ കൂടെ, പാവം. അതുവരെ ഗെയിം കളിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എനിക്ക് MRIക്ക് മുന്നേ ഫസ്റ്റ് ഒരു എക്സ്റേ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ എക്സ്റേ എടുക്കാനായിട്ട് അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അവിടെ നിന്ന് ഒരു കോട്ടൺ നൈറ്റി പോലെ തന്നു. അതിട്ടിട്ടാണ് ഞാൻ പോയി എക്സ്റേ എടുത്തിട്ട് വന്നത്. വീണ്ടും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ MRI എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പൊതുവേ ഞാൻ എൻ്റെ ഇത്തരം പേടികളൊക്കെ പറയുമ്പം എൻ്റെ ചുറ്റുമുള്ളവർ അതൊക്കെ വെറും മനസ്സിൻ്റെ തോന്നലാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് വളരണം, ഇങ്ങനെയൊന്നും ആവരുതെന്ന് പറഞ്ഞു ഇതിലൊന്നും ധൈര്യം തരാറാണ്. അല്ലാതെ വളരെ സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മളൊരവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ ഭയങ്കര കുറവാണ്. ആ സമയവും കുറ്റപ്പെടുത്താൻ നോക്കുന്നവരാണ് കൂടുതലും. പക്ഷെ അർജുൻ്റെ കണ്ടപ്പോൾ വെരി വെരി സപ്പോർട്ടീവായിട്ടുണ്ട്. അപ്പോൾ അതാ ഇവരൊക്കെയാണ് നമ്മുടെ ടീം. എനിക്ക് ഓർമ്മയാണെങ്കിൽ അത് അഞ്ജന, പിന്നെ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. ഞാൻ തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവർ 3 പേരും എക്സ്ട്രാ ഓർഡിനറി ടീമായിരുന്നു കേട്ടോ. ഇത്രയും പേടിച്ച് മരിക്കുന്ന എന്നെ അവർ അത്ര ഡെലിക്കേറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. എൻ്റെ കീറുവിളി നിലവിളി എല്ലാം അവർ സഹിച്ച്
വളരെ ക്ഷമയോടുകൂടി എന്നെ വഴക്ക് പറയാതെയാണ് ഈ ഒരു പ്രോസസ്സ് മുഴുവനും കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇതാണ് MRIയുടെ മെഷീൻ. ഇത് കാണുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ വെളിയിൽ അലറി വിളിക്കാതെ ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. എന്നെ പുറത്തേക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കൺട്രോൾ കിട്ടുന്നില്ല, കൈയും കാലം പറിച്ചിട്ട് പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്നെ ആരെങ്കിലും ഒന്നൊരു കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആടാതെ ഇരിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഗുഹ ഉണ്ടോ, അതിൻ്റെ അകത്ത് ആ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിനെ പോലെ ഞാൻ കുറച്ച് മണിക്കൂർ നിൽക്കണമല്ലോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടേട്ടനാണ് അർജുൻ ചേട്ടനെ. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ അതിൻ്റെ അകത്ത് കിടക്കുമ്പം എനിക്ക് ശ്വാസം മുട്ടി ഞാൻ ത്രൂ ഔട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. MRI തുടങ്ങിയപ്പോൾ തൊട്ട് തീരുന്നവരെ ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, എനിക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു ബഹളം ഉണ്ടാക്കിയില്ല, കൈയും കാലിട്ട് അടിച്ചില്ല, അനങ്ങിയില്ല. എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് സ്മൂത്തായിട്ട് പോയി. പക്ഷേ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ത്രൂ ഔട്ട് ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ എനിക്ക് അർജുൻ ചേട്ടൻ ഒന്ന് അവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് എന്നെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ അപ്പം തന്നെ അർജുൻ ചേട്ടൻ എൻ്റെ കാലിൽ വന്ന് ടച്ച് ചെയ്യുമായിരുന്നു, എനിക്ക് മസാജ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അതൊരു എന്താ പറയുക, ഈ പറയുമ്പോഴും തൊണ്ടയൊക്കെ ഒരുമാതിരിയാവും. ഒരു വല്ലാത്ത ബോണ്ടിങ് ആണ് കേട്ടോ. നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾക്ക് അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യും, പക്ഷെ ഒരു പാർട്ട്ണർ ഇത്രയും ടെലിപ്പതി ഞാൻ അന്ന് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് അർജുൻ ചേട്ടനെ ആത്മാർത്ഥമായിട്ട് ഞാൻ അർജുൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചത്. അർജുൻ ചേട്ടന് ഹെൽത്ത് വൈസ് ഒരു ബുദ്ധിമുട്ടും വരരുത്, ഒരു വിഷമം വരരുതെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കേട്ടോ. എന്തായാലും ഇതാണ് സെറ്റപ്പ് കേട്ടോ. മരിച്ചു കിടക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. നമ്മുടെ ജീവനോടൊരു ചവിട്ടിക്കകത്ത് കെട്ടിവെക്കുന്നത് പോലെ അത്രയും. ഞാൻ ഇത്ര എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ പൊക്കൊണ്ടിരുന്ന തോട്ട്സ്. എനിക്ക് വളരെ കൂളായിട്ട് എനിക്ക് പോയിട്ട് വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം ഇതൊക്കെ ഫിക്സ് ചെയ്ത് തന്നിട്ട് ജസ്റ്റ് അകത്തേക്ക് ഒന്ന് കാണിച്ചു തന്നു. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കുറച്ച് മെഷീൻ്റെ ലൗഡായിട്ടുള്ളൊരു സൗണ്ട് കാണും, അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ അതിന് കുറച്ചൊക്കെ കുറയ്ക്കാൻ വേണ്ടി അവർ നമുക്കൊരു ഹെഡ്ഫോൺസ് തരും. ഹെഡ്ഫോൺസിൻ്റെ അകത്ത് നല്ല നല്ല പാട്ടുകളാണ് ഇട്ട് തരുന്നത്, എന്നാലും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഭയങ്കരമായ ഒരു എന്താ പറയുന്നത്, വല്ലാത്ത സൗണ്ടാണ്. നമുക്ക് ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഒരു ട്രോമറ്റൈസിങ് സൗണ്ടാണ്. കുറേ നേരം അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. പക്ഷെ അതിനിടയ്ക്ക് പാട്ടുകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ട്രയൽ കാണിച്ചു തന്നു ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ. എൻ്റെ മോനെ, ഇത് ഒരു വല്ലാത്ത സ്ഥലമാണ് കേട്ടോ. എന്നെ പോലെ ക്ലോസ്ട്രോഫോബിക്കുള്ള ആൾക്കാർക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത്. കാരണം നമുക്ക് ഒന്നും ചെയ്യാനില്ല, കണ്ണ് തുറന്നാൽ ഒരുമാതിരി ഇത്ര അടുത്ത് എനിക്ക് ഇത്ര ഒരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ അമ്മ അർജുൻ ചേട്ടൻ കൊച്ചുകുട്ടിയൊക്കെ അല്ലെങ്കിൽ എന്നിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടൊന്ന് എന്നെ ഇങ്ങനെ ഒരുപാടൊക്കെ കെട്ടിയിട്ട് പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ തൊട്ട് മുകളിൽ ഒരു പ്ലാസ്റ്റിക് സാധനമൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് അപ്പോഴേ തുടങ്ങി ശ്വാസം മുട്ടാനായിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി ചിന്തിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ എന്നോടെന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ്. ഒരു കാര്യം എനിക്ക് ചിന്തിപ്പിച്ച് തരില്ല. 30 വർഷം ഞാൻ ജീവിച്ചു. 30 വർഷത്തിനകത്ത് എന്തെല്ലാം മെമ്മറീസ് ഉണ്ട്, എനിക്ക് ഒരു തേങ്ങയും മനസ്സിൽ ഓർമ്മ വരില്ല. എൻ്റെ മനസ്സിൽ വരുന്നത് മുഴുവനും എൻ്റെ അച്ഛൻ അവസാന ഘട്ടങ്ങളിൽ ICUവിൽ കിടക്കുന്നത്, അതുപോലെ എൻ്റെ അമ്മമ്മ ഈ MRI മെഷീൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടോ, പാവം എൻ്റെ അമ്മമ്മയ്ക്ക് എത്ര പേടിയുള്ള ആളാണെന്നറിയോ, എന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് കിടന്നല്ലോ. ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഏങ്ങി കരഞ്ഞ് തളർന്ന് MRI കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഒരു വിധം രണ്ടും കംപ്ലീറ്റ് ചെയ്തു. സ്പൈനും പെൽവിസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു അൾട്രാ സൗണ്ട് കൂടെ ഉണ്ടായിരുന്നു, അതിലേക്ക് കയറി പോവാണേ. എനിക്കിപ്പോഴും ദേവി സയൻസിൻ്റെ സ്റ്റാഫ്സിനോട് ഭയങ്കരമായ നന്ദിയാണുള്ളത്. കാരണം നമ്മൾ ഈ കരയുമ്പോഴും ഒക്കെ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ ഇത്ര ഷോ കാണിക്കല്ലേ, മര്യാദയ്ക്ക് കിടക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേളിൽ നമ്മൾ അൺകംഫർട്ടബിൾ ആക്കും. പക്ഷെ ഇവരങ്ങനെ അല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ മാനസികാവസ്ഥ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പെരുമാറിയത് കേട്ടോ. അൾട്രാസൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എൻ്റെ യൂട്രസിൻ്റെ അകത്ത് ഉള്ള ആ ഭീകര സാധനം. ഒരു വലിയൊരു എന്താ പറയുന്നത്, എൻഡോമെട്രിയം സിസ്റ്റ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഡെലിവറി ടൈമിൽ എടുത്ത് കളഞ്ഞതാണ്. എന്തോ അതിന് എന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ MRIക്ക് പോയിരിക്കുന്നത്. ഇനി ഇതെന്തെങ്കിലും കുഴപ്പക്കാരനാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് റിസൾട്ട് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സോ ഓവറോൾ ദേവി സ്കാൻസിലെ ട്രീറ്റ്മെൻറ്റ് കിടിലുമായിരുന്നു. എൻ്റെ ഒരു വല്ലാത്ത ഫേസും കൂടെ ആയിരുന്നു. അപ്പം ഈ ഹോൾ ടീം വാസ് വെരി സപ്പോർട്ടീവ്. ഞാനിത് എനിക്ക് ഷൗട്ട് ഔട്ട് എനിക്ക് തരണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ദേവി സ്കാൻസിൽ ഓൾറെഡി മെഡിക്കൽ കോളേജിൽ പേഷ്യൻ്റ്, പാവപ്പെട്ട പേഷ്യൻ്റ്, അവിടുത്തെ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നേ ഉള്ളൂ. അവർ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേ റേറ്റിൽ തന്നെ. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര താമസമുണ്ട്. 1 മാസം 2 മാസമൊക്കെ എടുക്കും. പക്ഷെ അത് അവർക്ക് അറിയത്തില്ല. നമ്മൾ പരസ്യം ചെയ്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം നമ്മളൊന്നാതെ അത് റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത്.
പക്ഷെ നമ്മൾ അതല്ലാതെ തന്നെ അവിടെ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ PR-മാരോടും ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിലെ പേഷ്യൻറ്റിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രിസ്ക്രിപ്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ അതേ റേറ്റിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വിലക്കുറവ് നോക്കി ആൾക്കാർ പോകുന്നു എന്ന് പറയുന്നത്. പുതിയ കുറച്ച് സെൻറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ആപ്പിളും മുന്തിരിയൊക്കെ മേടിക്കുന്നുമല്ലോ, ക്വാളിറ്റി അനുസരിച്ചിട്ട് വില വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അവർ നമുക്ക് വില കുറച്ച് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ കുറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന മെഷീൻ്റെ വിലയും അവരുപയോഗിക്കുന്ന മെഷീൻ്റെ വിലയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അവർ 60 ലക്ഷത്തിൻ്റെയാണെങ്കിൽ നമ്മൾ 6 കോടിയുടെ ഉപയോഗിക്കുന്നു. അപ്പം അതിൻ്റെ പ്രിസിഷനും അതിൻ്റെ ക്വാളിറ്റിയും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സാധാരണക്കാരനെ അറിയത്തില്ല. പക്ഷെ നമ്മൾ അത്തരത്തിലൊരു അവയർനെസ് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഫസ്റ്റ് ആൾക്കാർ നോക്കുന്നത് എത്രയാണ് റേറ്റ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് ഡേവിസ് ക്യാൻസ് പണ്ടുപോലെ അതിൻ്റെ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാലത്തെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ വരുന്നു. എന്താണേലും വന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു. തമാം എന്ന ചാരിറ്റി മറ്റുള്ള ജനങ്ങളിൽ എത്തിച്ചിട്ട് അവർക്ക് പ്രയോജനപ്പെടുത്തുക. കാരണം ഇപ്പോൾ വളരെ പാവപ്പെട്ടവർ നമ്മുടെ ഈ കൂലി തൊഴിലാളിക്കാരും മറ്റുള്ള വെറും പാവപ്പെട്ട ഒരു ദിവസം 500 രൂപ 600 രൂപ ഇൻകം എടുക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു MRI സ്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഔട്ട്സൈഡിൽ പോയി നിങ്ങൾക്ക് 7500 കുറയാതെ എങ്ങും ചെയ്തു തരത്തില്ല. ഇപ്പം കിംസ് പോലത്തുള്ള വലിയ ഹോസ്പിറ്റലിൽ പോയാൽ 12,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഫുൾ 1000 ആണ്. അതിനെ ഞങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജ് റേറ്റ് വരുന്നത് 2800 ആണ്. അതേ റേറ്റ് ഞങ്ങൾ ചെയ്തു തരും വിത്തൗട്ട്. നമുക്ക് ജസ്റ്റ് വരുന്ന വെച്ചാൽ ഈ അപ്പോയിൻമെന്റിങ്ങിന് വരുന്നൊരു ടൈമിംഗ് വരും. ഇപ്പം നമ്മൾ റേഡിയോളജി ഡോക്ടറാണ് അനുഭവ മേഡമാണ് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ലീഡ് ചെയ്യുന്ന നല്ലൊരു ഡോക്ടേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് 2 ലൈവ് ഡോക്ടേഴ്സ് ഉണ്ട്. മറ്റുള്ള സെന്ററിനേക്കാൾ ഞങ്ങളൊരു വ്യത്യസ്തം എന്ന് പറഞ്ഞത് ലൈവ് ഡോക്ടർ, നിങ്ങളെ ഡോക്ടറാണ് ഡയറക്റ്റ് കണ്ടന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസൾട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഇപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്യുവർ പേഷ്യൻറ്റിനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇപ്പം ഡേവിസ് ക്യാൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഈ കോവിഡ് വന്നതോടുകൂടി ഹെൽത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കോൺഷ്യസ് ആണ്. അപ്പൊ നമ്മള് രോഗം വരുന്നതിന് മുമ്പേ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെസ്റ്റുകളും ഡയഗ്നോസിസുമാണ് നമ്മൾ ചെയ്യുന്നത്. രോഗം മുഴുവൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളത് ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആൾക്കാരുടെ. ഇപ്പൊ നമുക്ക് കാൽസ്യം സ്കോറിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മള് CT-യിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഭാവിയില് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയാൻ കഴിയും. ഹാർട്ട് അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കാൽസ്യം കണ്ടന്റ് നമ്മുടെ സെഡിമെന്റേഷൻ ഉണ്ടാവും ബ്ലഡിൽ, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. അപ്പൊ അത് ആദ്യമേ തന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻ എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കേരളത്തിലെ ഫസ്റ്റ് MRI വെച്ചിരുന്ന മെഷീൻ ഇതാണ്, ഞങ്ങളാണ്, ഡേവിസ് ക്യാൻസ് ആണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വരുവാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെയും ഈ സ്ട്രോക്കിന്റെ ഒക്കെ നമ്മൾ. അതുപോലെ തന്നെ ആൻജിയോഗ്രാംസുകൾ ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. കൊറോണയിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് കേരളത്തിനകത്ത് 2 എണ്ണേ ഉള്ളൂ. ഒന്ന് മെട്രോയും ഒന്ന് ഡേവിസ് ക്യാനും. അതിൽ ഞങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കാണ് കേസ് വരുന്നത്. അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് നമ്മളതിൽ ഉള്ളത്. അപ്പോൾ അത് കൂടുതൽ പേർക്ക് അറിയത്തില്ല ഈ കൊറോണയിൽ ആൻജിയോഗ്രാം ചെയ്യുന്ന കേസുകൾ. അപ്പം നമ്മളത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ക്യാമ്പുകൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ക്യാമ്പുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ റെസിഡൻസ് ഏരിയകളിലും ഓരോ ഹോസ്പിറ്റലുകളിൽ മറ്റേ ഈ വലിയ വലിയ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഞങ്ങൾ പോയിട്ട് ക്യാമ്പുകൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ, കൊളസ്ട്രോള്, ECG ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തോടെ ഞങ്ങളിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മൾ എത്തിച്ചിട്ട് അവരിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതേപോലെ ഇതിന്റെ ഹാർട്ട് അറ്റാക്കിന്റെയും ഈ സ്ട്രോക്കിന്റെയും. കാരണം ഇപ്പം പാർശ്വഫലം ഭയങ്കരമാണ് കോവിഡ് കഴിഞ്ഞ ശേഷം. കോവിഡിന് മുമ്പിട്ട് ഒരാൾ ഒരു 10 പടി സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടി കയറാൻ പറ്റും. ഇപ്പൊ അത് വന്നതിന് ശേഷം പാടാണ്. 2 സ്റ്റെപ്പ് അയക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അല്ല, നമ്മുടെ ഫെസിലിറ്റി അവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. നേരത്തെ അവര് ഡോക്ടർ പറയുന്ന ഡയഗ്നോസിസ് ആണ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആൾക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഹെൽത്ത് സ്റ്റേബിൾ ആണോ എന്നുള്ളതും ഇനി വരാനായിട്ടുള്ള സാധ്യതയുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മൾ ഡേവിസ് ക്യാൻസ് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളും അതുള്ള സംരംഭം
സംരംഭങ്ങളിലോട്ട് വരിക. താങ്ക് യു സോ മച്ച്. ഇത്രയും ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് എന്റെ ഫാമിലിക്കും ഇത് കാണുമ്പോഴത്തേക്കും കുറെയൊക്കെ മനസ്സിലാവും. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾവേസ് വെൽക്കം. ഈ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പലർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ, അതായത് ഞാൻ തന്നെ പല പോയിന്റ്സ് ഒക്കെ കേട്ട് ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത്, എൻ്റെ ഒരു വ്ളോഗിലൂടെ അറിയുന്നത് എനിക്കും കൂടി ഒരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം, ഇതിൻ്റെ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ MRIയുടെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ആ സൗണ്ടും കരഞ്ഞതും ഒക്കെ കൂടി. അപ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. ഏതായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ.